എന്നാൽ തൃപ്തിയോടുകൂടി വിൽക്കുക എന്ന് പറയുന്ന സമയത്ത് അതിൽ നിന്നും ചില സാഹചര്യങ്ങളിൽ ഒഴിവാണ്. ഏതുപോലെ പണ്ഡിതന്മാർ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ വലിയൊരു പണക്കാരനാണ്. അയാൾ ഒരുപാട് ആളുകളിൽ നിന്നും പണം വാങ്ങിയിട്ട് കച്ചവടത്തിനോ മറ്റോ ഒക്കെ വാങ്ങിയിട്ട് ഒരുപാട് ആളുകൾക്ക് കച്ചവടത്തിൻ്റെ പണം തിരിച്ചു കൊടുക്കാനുണ്ട്. അയാൾ അവരുടെ പണമൊക്കെ കൊണ്ടുപോയി നശിപ്പിച്ചു, അത് തിരിച്ചു കൊടുക്കാനുണ്ട്. പിന്നീട് ആളുകൾ വരുന്ന സമയത്ത് ഇയാൾ എന്ത് ചെയ്യുന്നില്ല, പണം ഒന്നും കൊടുക്കുന്നില്ല. അയാൾ പണം കൊടുക്കുന്നില്ല. അയാൾ പറയേണ്ട കയ്യിൽ പൈസ ഇല്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇയാൾക്ക് ചിലപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഉണ്ടായേക്കാം, അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായേക്കാം. അയാൾ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പുറമെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഒരാൾക്കുണ്ടായേക്കാം. പക്ഷേ അയാൾ അതൊന്നും വിറ്റിട്ട് തരാൻ തയ്യാറാകുന്നില്ല. എനിക്ക് പൈസ കിട്ടിയാൽ തരും, അതല്ലാതെ സ്ഥലം വിറ്റിട്ടൊന്നും ഞാൻ തരികയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു ഇസ്ലാമിക കോടതിയിൽ അയാൾ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഖാദിക്ക് അയാളെ നിർബന്ധിപ്പിച്ചിട്ട് ആ സ്ഥലം വിൽപ്പിക്കാം, ആ വിൽപ്പനക്ക് കൊടുക്കാൻ പറയാമെന്നാണ്. അത് ഇതിൽ നിന്നും ഒഴിവാണ് എന്നാണ്. അത് ഖാദിക്ക് തീരുമാനിക്കാം. ഇന്ന സ്ഥലമൊക്കെ നീ എന്ത് ചെയ്യണം, അത് വിൽക്കണം. ഇപ്പോൾ ഒരാൾക്ക് 10 ആൾക്ക് 10 ലക്ഷം രൂപ വെച്ച് കൊടുക്കാനുണ്ട്. ഇയാൾക്ക് 1 കോടി രൂപയുടെ സ്ഥലം അവിടെ കിടക്കുന്നുണ്ട്. അയാൾ അത് കൊടുക്കുന്നില്ല. അയാൾ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആളുകളോട് പൈസ തരാതിരിക്കുകയാണ്. അപ്പോൾ ഇസ്ലാമിക ഭരണകൂടത്തിന് ഖാദിക്ക് എന്ത് ചെയ്യാൻ തീരുമാനം എടുക്കുക, അയാളെ നിർബന്ധിച്ചിട്ട് അവിടെ വിൽക്കാം. അപ്പോൾ അയാൾക്ക് തൃപ്തി ഉണ്ടാവുകയില്ല, ശരിയാണ്. പക്ഷേ അത് ഈ കാര്യത്തിൽ നിന്ന് ഒഴിവാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കാം. അടിസ്ഥാനപരമായി നമുക്ക് തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ കച്ചവടം ചെയ്യാൻ അത് സാധിക്കുകയുള്ളൂ, കച്ചവടം സഹിഹാവുകയുള്ളൂ, അല്ലെങ്കിൽ ബാത്തിലായി പോകും. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം, ഇസ്ലാമിക ഭരണകൂടമുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നിർബന്ധിപ്പിച്ച് അയാളെ കൊണ്ട് അത് വിൽപ്പിച്ചിട്ട് അയാളുടെ പൈസ അത് കൊടുക്കാനുള്ള ആളുകൾക്കൊക്കെ കൊടുക്കാൻ കോടതി വിധിക്കുന്നതായിരിക്കും. കോടതി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും.